بسم الله الرحمن الرحيم نحمده ونسلي على رسوله الكريم أما بعد നാം കഴിഞ്ഞ ആയത്തിൽ സൂറത്തു നഹലിലെ 90-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് വിശദീകരിച്ചത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ. ഈ ഒരു ആയത്തിൻ്റെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അള്ളാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞു. എന്താണ് നീതി, എങ്ങനെയാണ് നീതി കാണിക്കേണ്ടത്, ഇതിനെപ്പറ്റിയെല്ലാം വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് കഴിഞ്ഞു. അടിസ്ഥാനപരമായി വിശ്വാസികൾ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട 3 ഗുണങ്ങളും വിശ്വാസികൾ വർജിക്കേണ്ട 3 ദുർഗുണങ്ങളുമാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമായ അദ്ൽ, നീതിയെപ്പറ്റി വിശദമായി നാം വിശദീകരിച്ച് കഴിഞ്ഞു. രണ്ടാമതായി ഈ ആയത്തിൽ പറയുന്ന കാര്യമാണ് അൽ ഇഹ്സാൻ, നന്മ ചെയ്യുക എന്നുള്ളത്. എന്താണ് ഇഹ്സാൻ കൊണ്ടുള്ള ഉദ്ദേശം? അദിൽ, നീതി എന്ന് പറയുകയാണെങ്കിൽ ഓരോരുത്തരോടുമുള്ള അവകാശത്തെ കൃത്യമായ രീതിയിൽ പൂർത്തീകരിച്ചു കൊടുക്കലാണ്. ഓരോരുത്തർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അവർക്ക് കൊടുക്കുക, തങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി എടുക്കുക, ഓരോരുത്തരോടുമുള്ള കടമകൾ കൃത്യമായി പൂർത്തീകരിക്കുക. ഇതിനാണ് അദിൽ, നീതി എന്ന് പറയുന്നത്. എന്നാൽ ഇഹ്സാൻ എന്ന് പറയുകയാണെങ്കിൽ നീതിയേക്കാൾ വിശാലമാണ്. എല്ലാ വിഷയത്തിലും ഏറ്റവും ഉത്തമമായതിനെ തിരഞ്ഞെടുക്കുക, അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. വെറും നീതി മാത്രമല്ല, കടമ പൂർത്തീകരിക്കൽ മാത്രമല്ല, ഏറ്റവും ഉത്തമമായതിനെ തിരഞ്ഞെടുക്കുക. കടമ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ പൂർത്തീകരിക്കേണ്ട കടമയേക്കാൾ കൂടുതൽ അവർക്ക് ഉപകാരം ചെയ്യുക. തന്നോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ നന്മയുള്ള കാര്യമാണെങ്കിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ പൂർത്തിയാക്കുക. സ്വന്തത്തിന് നഷ്ടം സംഭവിച്ചാലും, സ്വന്തത്തിനൊന്നും കിട്ടിയില്ല എങ്കിലും, സ്വന്തത്തിൽ നീതി നഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് നീതി പൂർത്തിയാക്കി കൊടുക്കാനും, മറ്റുള്ളവർക്ക് അവരുടെ അവകാശം പൂർത്തിയാക്കി കൊടുക്കാനും, മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും ഏറ്റവും നല്ല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക. സ്വന്തത്തെ നഷ്ടത്തെ പരിഗണിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. മറ്റുള്ളവരുടെ ആഗ്രഹം, താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അവരാവശ്യപ്പെടാതെ തന്നെ ആ ആഗ്രഹത്തെയും താല്പര്യത്തെയും പൂർത്തിയാക്കി കൊടുക്കുക. ഇങ്ങനെ വിശാലമായ രീതിയിൽ നന്മ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഇഹ്സാനുണ്ട്. അതിനെപ്പറ്റിയാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക, അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ അള്ളാഹു കാണുന്നുണ്ട് എന്നതുപോലെ ആരാധിക്കുക എന്ന് മറുപടി നൽകിയത്. ഒരാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടാൻ അതിൻ്റെ ഷർത്ത്, ഫർള്, നമസ്കാരത്തെ പാഴാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ നമസ്കാരം സ്വീകരിക്കപ്പെടും. നമസ്കരിച്ചവൻ എന്ന പട്ടികയിൽ അവൻ്റെ പേര് രേഖപ്പെടുത്തപ്പെടും. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന നമസ്കാരം ഏറ്റവും നല്ല രീതിയിലാക്കാനാണ്, ഇഹ്സാനോടുകൂടി ആക്കാനാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിനെ ഞാൻ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ഇബാദത്തുകൾ ചെയ്യുക. അതല്ല എങ്കിൽ അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ നമസ്കാരത്തെ അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും അള്ളാഹു അറിയുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇതാണ് ഇബാദത്തുകളുടെ വിഷയത്തിൽ ഏറ്റവും നല്ല അവസ്ഥ എന്നുള്ളത്. ഈ രീതിയിൽ നമ്മുടെ ഇബാദത്തുകളാക്കി തീർക്കണം. ഇനി ഇബാദത്തല്ലാത്ത മറ്റു വിഷയങ്ങൾ, മറ്റെല്ലാ നന്മകളും, അതിലെല്ലാം ഇഹ്സാൻ്റെ ഗുണത്തെ ഓരോ വിശ്വാസിയും കൊണ്ടുവരേണ്ടതുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ അതിനെ പൂർത്തീകരിക്കുക. ഉപകാരം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപകാരം ചെയ്യുക. ഒരാൾ ആവശ്യപ്പെടാതെ തന്നെ അവൻ്റെ ആഗ്രഹ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവനോട് ഗുണം ചെയ്യുക. ഇതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഈ ഗുണം വിശ്വാസികൾ ഉണ്ടാവുകയാണെങ്കിൽ പരസ്പരം ഐക്യമുണ്ടാകും, പരസ്പരം സ്നേഹമുണ്ടാകും, പരസ്പരം പ്രശ്നങ്ങളുണ്ടാകുന്നതെല്ലാം പരസ്പരം വിട്ടുവീഴ്ചയുണ്ടാകും, പരസ്പരം സന്തോഷവും സമാധാനവും ഉണ്ടാകും. നാട്ടിലെല്ലാവരും ഇഹ്സാനുള്ളവരായി തീരുകയാണെങ്കിൽ എന്നേക്കാൾ മറ്റുള്ളവൻ നന്നാവണം, എൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയായിട്ടില്ല എങ്കിലും മറ്റുള്ളവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗുണമുണ്ടാകണം, ഈ ചിന്തയോടുകൂടി മറ്റുള്ളവർക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യാനായി ഓരോ ആളുകളും തയ്യാറാവുകയാണെങ്കിൽ ആ നാടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും, ആ നാടിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകും. ഒരു വീട്ടിലുള്ള എല്ലാവരും ഇഹ്സാൻ്റെ ഗുണം കാണിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഭാര്യ ഭർത്താവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിനോടുള്ള കടമകൾ പൂർത്തിയാക്കുന്നതിന് അപ്പുറം ഭർത്താവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി ഭർത്താവ് നന്മ ചെയ്യുന്നു. എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ ഭർത്താവിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നു.
ഭർത്താവ് ഭാര്യയുടെ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കാതെ തന്നെ അവളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നു, വീഴ്ചകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു. മാതാപിതാക്കൾ മക്കൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു, അവർ പരസ്പരം സ്നേഹിക്കുന്നു, ചോദിക്കാതെ തന്നെ പരസ്പരം ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നു. ഇങ്ങനെ പരസ്പരം എല്ലാവരും ഇഹ്സാൻ്റെ ഗുണം ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, വീട്ടിലുള്ള എല്ലാവരും പരസ്പരം നന്മ ചെയ്യാൻ മത്സരിക്കുകയും മറ്റുള്ളവരുടെ വീഴ്ചകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ആ വീട്ടിൽ സമാധാനം സന്തോഷവുമായിരിക്കും ഉണ്ടാവുക. കാരണം എല്ലാവരും പരസ്പരം നന്മയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇഹ്സാൻ്റെ ഗുണം എല്ലാവർക്കും നന്മ ആലോചിക്കുക. എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണെങ്കിലും കടമയിൽപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഗുണം ചെയ്യുക. എനിക്ക് നഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ നന്നാവാനായി പരിശ്രമിക്കുക. മറ്റുള്ളവരിൽ നിന്നുമുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് അവകാശം ലഭിച്ചിട്ടില്ല എങ്കിലും അതിനെ വിട്ടുവീഴ്ച ചെയ്യുക. ഈ രീതിയിൽ എല്ലാവരും പരസ്പരം ഇഹ്സാൻ കാണിക്കുകയാണെങ്കിൽ നാട്ടിലും വീട്ടിലും എല്ലാവരിലും സമാധാനവും സന്തോഷവും അത് കാരണമായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ അടിസ്ഥാനപരമായ രണ്ടാമത്തെ കാര്യമാണ് ഇഹ്സാനിൻ്റെ ഗുണം ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാക്കുക, കൊണ്ടുവരിക എന്നുള്ളത്. മൂന്നാമതായി വിശ്വാസികൾ ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ് കുടുംബക്കാർക്ക് കൊടുക്കുക, അഥവാ അവർക്ക് ഉപകാരം ചെയ്യുക. ഇവിടെ പൊതുവായി ഇഹ്സാൻ എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ നന്മ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം കുടുംബക്കാരെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അധികവും ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്നത് അവൻ്റെ ബന്ധുക്കളുമായി കുടുംബക്കാരുമായിട്ടാണ്. കൂടുതൽ കടമകളുമുള്ളത് അവരോട് തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവർ, സ്വന്തം കുടുംബത്തിലുള്ളവർ, അവരുമായിട്ടാണ് അധികവും ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് അവരോടുള്ള കടമകൾ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കണം, അവരോട് ഏറ്റവും നല്ല ഇഹ്സാൻ കാണിക്കണമെന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബക്കാരെ സൂചിപ്പിച്ചുകൊണ്ട് അറിയിക്കുകയാണ്. കാരണം പൊതുവെ മനുഷ്യർ പുറത്ത് നല്ല സ്വഭാവം കാണിക്കും, പുറത്ത് നല്ല രീതിയിൽ എല്ലാവരും പെരുമാറും, പുറത്ത് ജനങ്ങളെ സഹായിക്കാനും അവർക്ക് സേവനങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കും. കാരണം ജനങ്ങളുടെ പ്രശംസ ലഭിക്കും, എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കും. പക്ഷേ കുടുംബത്തിൽ നന്മ ചെയ്യുന്നത് കൊണ്ടോ കുടുംബത്തിലുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നത് കൊണ്ടോ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് കൊണ്ടോ പ്രശംസകളോ ഭൗതിക നേട്ടങ്ങളോ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയാണ്. അവരോട് നിങ്ങൾ ഇഹ്സാൻ കാണിക്കണം. കടമകൾ പൂർത്തീകരിക്കൽ മാത്രമല്ല, അതിനപ്പുറം അവർക്ക് നിങ്ങൾ സഹായങ്ങളും സ്നേഹവും നൽകണം. അതിനപ്പുറം നിങ്ങൾ അവരുടെ കാര്യങ്ങളെ പരിഗണിക്കണം. അവർ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടിനെ മാറ്റാനായി നിങ്ങൾ പരിശ്രമിക്കണം. ഇങ്ങനെ കുടുംബത്തിൽ വലിയ രീതിയിൽ നന്മ കാണിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. ഒന്ന്, നീതി കാണിക്കുക. അതേപ്പറ്റി കഴിഞ്ഞ ആയത്തിൽ വിശദമായി നാം പറഞ്ഞു. എല്ലാവർക്കും കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുക, ആരോടും അക്രമം കാണിക്കാതിരിക്കുക, അനീതി കാണിക്കാതിരിക്കുക. അത് കാരണമായി സന്തോഷവും സമാധാനവും ഉണ്ടാകും. രണ്ടാമതായി ഇഹ്സാൻ്റെ ഗുണം കൊണ്ടുവരിക. നീതിയോടുകൂടി പെരുമാറുന്നതിന് അപ്പുറം എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ നന്മ ചെയ്യാനായി മത്സരിക്കുക. സ്വന്തമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ വിട്ടുവീഴ്ച ചെയ്യുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായി മത്സരിക്കുകയും ചെയ്യുക. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഈ ഗുണം ഉണ്ടാവുകയാണെങ്കിലും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. മൂന്നാമതായി പറഞ്ഞ കാര്യമാണ് ഈ ഇഹ്സാനും അദലും നീതിയും കാണിക്കുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം, അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം, അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ സമാധാനവും സന്തോഷവും അനുഗ്രഹവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അടിസ്ഥാനപരമായി വിജയത്തിൻ്റെ ഗുണങ്ങളും ഈ 3 കാര്യങ്ങളാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നു. ഇതുപോലെ മനുഷ്യൻ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കേണ്ട അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു അറിയിക്കുന്നുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.